നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം തെക്കൻ ലെബനനിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം. ഹിസ്ബുള്ള ഭീകരരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, അവരുടെ റോക്കറ്റ് ലോഞ്ചറുകൾ തുടങ്ങി എല്ലാ സംവിധാനങ്ങളും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ഏർപ്പെട്ടതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്രയും രൂക്ഷമായ തോതിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുന്നത്. ഇതിന് കാരണമായി ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നത് വൻതോതിലുള്ള ആയുധ സംഭരണം ഹിസ്ബുള്ള നടത്തിയതായി തങ്ങൾക്ക് വളരെ കൃത്യമായ വിവരം ലഭിച്ചിരുന്നു എന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയത്. എന്നാൽ ഹിസ്ബുള്ള തീവ്രവാദികളാകട്ടെ ഇത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചത് എന്നാണ് അവർ ആരോപിക്കുന്നത്. 20 മുതൽ 30 വരെ സ്ഫോടനങ്ങളാണ് ഇവിടെ ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതിശക്തമായ തോതിൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ വ്യോമസേന ഇവിടെ ആക്രമണം നടത്തിയത്. കൃത്യമായ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ ഇവർ ആക്രമണം നടത്തിയിരുന്നത്. ഇസ്രായേലിനെതിരെ ആര് പ്രവർത്തിച്ചാലും അവരെ ശക്തമായി തന്നെ നേരിടാനാണ് തങ്ങളുടെ തീരുമാനമെന്നാണ് ഇസ്രായേൽ സൈന്യം ഇതിനോടിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു യുദ്ധത്തിന് സാധ്യത ഒരുങ്ങുകയാണ് എന്ന സംശയത്തിൽ ജനങ്ങൾ ഈ മേഖലയിലൊക്കെ തന്നെ ഇപ്പോൾ പരിഭ്രാന്തരാണെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പെട്രോൾ പമ്പുകളിലും ഗ്യാസ് സ്റ്റേഷനിലൊക്കെ തന്നെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇനി അങ്ങോട്ട് എന്തെങ്കിലും ആക്രമണം നടത്തുകയാണെങ്കിൽ അതിശക്തമായ രീതിയിൽ ആക്രമണം നടത്തി അവരെ അടിച്ചമർത്താൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ റദ്വാൻ സൈനിക വിഭാഗത്തിലെ നാവിക മേധാവി കൊല്ലപ്പെട്ടിരുന്നു. ഖാദിർ സയ്യിദ് ഹഷേം എന്നായിരുന്നു ഇയാളുടെ പേര്. ഈ ഹഷേം നിരവധി തവണ കടൽ മാർഗം ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ വകവരുത്തുക എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് അവരുടെ ഒരു അഭിമാന പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് ഹഷേമിനെ കഴിഞ്ഞ ആഴ്ച വധിച്ചത്. മാത്രവുമല്ല, ലെബനനിൽ ആയുധങ്ങൾ കൊണ്ടുപോകുന്നുവെന്ന് സംശയം തോന്നിയ ഒരു വാഹനവും ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ നടത്തിയതിൻ്റെ പിന്നാലെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. ഇതിന് ശക്തമായ തിരിച്ചടിയുമായി ഒടുവിൽ ഇസ്രായേൽ രംഗത്തെത്തുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ലെബനനിലേക്ക് നേരിട്ട് കടന്നു കയറിയിരുന്നില്ല. പിന്നീട് നേരിട്ട് കടന്നു കയറി തന്നെ ആക്രമണം ആരംഭിച്ചു. ആദ്യം പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിച്ച് നിരവധി ഹിസ്ബുള്ള തീവ്രവാദികളെ ഇസ്രായേൽ വധിച്ചിരുന്നു. ഇത് കഴിഞ്ഞ ദിവസങ്ങൾക്കകം തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള മേധാവിയായിരുന്ന ഹസൻ നസ്രുള്ളയും കൊല്ലപ്പെട്ടിരുന്നു. ഹസൻ നസ്രുള്ളയ്ക്കൊപ്പം അന്ന് ഹിസ്ബുള്ളയുടെ നിരവധി കമാൻഡർമാരും കൊല്ലപ്പെട്ടതോടുകൂടി ഈ സംഘടനയുടെ അടിത്തറ തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. പിന്നീടാണ് ഇവർ ഇസ്രായേലുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ തീരുമാനമായത്. അമേരിക്ക മുൻകൈ എടുത്ത് നടത്തിയ സമാധാന ചർച്ചകളിലൊക്കെ തന്നെ തീർത്തും കീഴടങ്ങിയ മട്ടിലാണ് ഹിസ്ബുള്ള പെരുമാറിയിരുന്നത്. ഹമാസിൻ്റെ സാന്നിധ്യം ഇപ്പോൾ വീണ്ടും ഗാസയിൽ ശക്തമായി തുടങ്ങിയിട്ടുണ്ട്. അവിടെയും ഇസ്രായേലിന് കൂടുതൽ സൈനിക നടപടികൾ എടുക്കേണ്ടി വരും എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോൾ തന്നെ ഇസ്രായേൽ സൈന്യം എന്തുകൊണ്ട് ലെബനനിലേക്ക് കടന്നു കയറി ആക്രമിച്ചു എന്നുള്ളതിന് കൃത്യമായ മറുപടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിട്ടുള്ളത്.